നമുക്ക് ആദർശിന്റെ നയനയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മുത്തശ്ശന്റെ തീരുമാനത്തോട് മുത്തശ്ശിക്ക് പെട്ടെന്ന് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ അനിയുടെ അവന്തികയുടെ എൻഗേജ്മെന്റ് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ, ഇത്ര എടിപടിയെന്ന് നടത്തേണ്ട കാര്യമുണ്ടോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. അനിയുടെ കാര്യം അറിയാലോ, അവൻ ഇതുവരെ ആയിട്ടും വിവാഹത്തിന് സമ്മതം പറഞ്ഞിട്ടില്ല. അവന് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അവനെ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? ഇതിനു മുമ്പ് അവന്റെ ജീവിതം ഒന്ന് തകർന്നു പോയതാ അനാമികയായിട്ട്. വസുന്ധരെ, അതുപോലെയല്ലല്ലോ ഇത്. അവന്തിക മോളെ നമുക്കറിയാം, അവളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാം. പിന്നെ അവള് പറഞ്ഞൊരു കാര്യം നീ കേട്ടായിരുന്നോ? അവൾക്ക് ഈ കുടുംബത്തിൽ നിന്ന് വേറെ പോകാൻ താല്പര്യമില്ല. അവൾക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ ഇഷ്ടം. അനിയുമായിട്ടുള്ള ബന്ധം നടന്നില്ലെങ്കിൽ അവൾക്ക് വേറെ വിവാഹം പോലും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അവള് നല്ലൊരു പെൺകുട്ടിയല്ലേ? അപ്പൊ പിന്നെ ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പം ഈ ബന്ധം നടക്കണം. അല്ല, അത് പിന്നെ എനിക്കറിയാം വസുന്ധര, നിന്റെ മനസ്സിൽ എന്താന്ന്. നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ലേ? അല്ല, നന്ദുവും അനിയും തമ്മിൽ ഒന്നാവാനായിട്ട് അവളുടെ വീട്ടുകാർ സമ്മതിക്കോ? ഇല്ല. നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തല്ലേ ഒരു കാരണവശാലും ഇനിയിപ്പം നന്ദുവിന്റെ പിന്നാലെ അനി നടക്കില്ലാന്ന്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഇനി ഒരേ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണം. അനാമികമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ. പക്ഷെ അതിനു മുമ്പ് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി വെക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാവരോടും സംസാരിക്കാൻ പോവുക. പിന്നീട് മുത്തശ്ശന് ജാനകിയെയും അജയനെയും ഒക്കെ വിളിച്ചു. ദേവേനയും വന്നു. അവരങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചെന്ന് അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവന്തികയുടെ അനിയുടെയും കൂടെ എൻഗേജ്മെന്റ് നടത്തണം. ജാനയ്ക്കൊന്ന് തുള്ളിച്ചാടാനോ തോന്നിയത്. ജാനയ്ക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. നന്ദു അല്ലാതെ വേറെ ആരാ വീട്ടിലേക്ക് കയറി വന്നാലും ജാനയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അവന്തികയാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമുണ്ട് താനും. ഈ കുടുംബത്തിലൊരു പെൺകുട്ടിയാണല്ലോ. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അല്ലച്ച, ഇത്ര ധൃതി പിടിച്ച അജയന് ഒരു ടെൻഷൻ ഉണ്ട്. അവൻ ഇതിനായിട്ട് സമ്മതം പോലും പറഞ്ഞിട്ടില്ല. അജയ, ഇനി അവന്റെ സമ്മതം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ഈ കാര്യത്തില്. ഇനി ഇതെങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്തി വെക്കണം. പിന്നെ കല്യാണം അനാമികയായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം മാത്രം മതി കല്യാണം. ദേവേനി പറഞ്ഞു, അച്ഛാതിന് അവന് സമ്മതിക്കുവോ? അവൻ പറയുന്ന പെങ്ങളെ പോലെയൊക്കെയാന്നാ പറയണേ. അവൻ അങ്ങനെയൊക്കെ പറയും. അവന്റെ ഇഷ്ടം ഇനിയിപ്പോൾ ആരും ചോദിക്കേണ്ട കാര്യമില്ല. അവന്റെ ഇഷ്ടം നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലേ അവനെതിരെ അഭിപ്രായം പറയുള്ളൂ. ഈ വരുന്ന ഞായറാഴ്ച അവരുടെ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് വലിയ ആർഭാടമായിട്ടൊന്നും വേണ്ട, ചെറിയ തോതി മതി. അപ്പോഴേക്കും ദേവേനയുടെ മുഖമൊക്കെ ആകെ മാറി. ആ സമയം മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അല്ല, അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആദർശം ഇല്ല, നയനമോളും ഇല്ല. ഓ, അവരുടെ കാര്യം ഓർത്തിട്ടാണോ? ദേവേനി പറഞ്ഞു, അല്ലാച്ചാ അത് ഇനിയിപ്പം എൻഗേജ്മെന്റ് സമയത്ത് അവരുടെ ആവശ്യമൊന്നുമില്ല. അവരല്ലല്ലോ പെണ്ണും ചെക്കനും, പിന്നെന്തിനാ അവരെന്നൊക്കെ ചോദിച്ചു. മുത്തശ്ശനുള്ളിൽ വിഷമമുണ്ട്. പക്ഷെ മുത്തശ്ശൻ അങ്ങനെയാണ് പുറമെ പറയുന്നത്. കല്യാണ ആമത്തിനും അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമെന്നൊരു ചിന്തയോടെയായിരുന്നു. അജയൻ പറഞ്ഞു, അല്ലച്ച, അവരെയും കൂടെ വിളിക്കുന്നതോട് തെറ്റുണ്ടോ? അവരും കൂടെ വരട്ടെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ജാനകി പറഞ്ഞു, ഇനിയിപ്പോ അവര് വരാൻ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനെ വിളിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇനി ആ ചേട്ടൻ നിർബന്ധിക്കാനൊന്നും പോണ്ട. അനിയുടെ എൻഗേജ്മെന്റ് എത്രയും പെട്ടെന്ന് നടത്താം. പിന്നെ കല്യാണത്തിന് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനിക്ക് ഭയങ്കര വിഷമായി. ദേവേനി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ, ദേവേനിക്ക് വിഷമായി. എത്രയെന്ന് പറഞ്ഞാലും ആദർശം നയനെ ഇല്ലാതെ അവരുടെ എൻഗേജ്മെന്റ് നടത്താന്ന് പറഞ്ഞാല്. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെയൊക്കെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആയിക്കോളാൻ പറഞ്ഞു. മുത്തശ്ശൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് അവന്തിക ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നവ്യ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ. അവന്തിക നവ്യയെ കണ്ട് ഇനിയിപ്പം നവ്യയുടെ അടുത്തിരുന്നു. അല്ല, നവ്യയുടെ അടുത്ത് ഒരു കാര്യം അറിഞ്ഞോ? എന്ത്? എന്റെ അനിയേട്ടന്റെയും കൂടെ വിവാഹം നിശ്ചയോ? ശരിക്കും നവ്യ ഞെട്ടിപ്പോയി. അല്ല, അതിന് അവൻ സമ്മതിച്ചോ? അനി സമ്മതിച്ചോ? അനിയണ്ണ ഇതുവരെയായിട്ട് സമ്മതമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മുത്തശ്ശൻ എല്ലാരും കൂടെ എടുത്ത തീരുമാനമല്ലേ. അല്ല, ഇതൊക്കെ കേട്ടിട്ട് എന്താ നവ്യേച്ചിക്ക് ഒരു സന്തോഷമില്ലാത്ത? ഹോ, അതോ, ഈ പറയുന്ന അനി എന്നെ അഭിനയൊന്നും ഉൾക്കൊള്ളാത്തവനല്ലേ, ഞങ്ങളെയൊക്കെ എതിർക്കുന്നവനല്ലേ. അപ്പൊ പിന്നെ അവനൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ എനിക്ക് എത്ര വലിയ സന്തോഷിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവൻ ഞങ്ങളുടെ ശത്രുപക്ഷത്തിൽ തന്നെയാ, ഞങ്ങളുടെ ശത്രുക്കളോടൊപ്പം നിൽക്കുന്നവനവന്. അപ്പൊ എനിക്ക് അങ്ങനെ അവനെ കാണാൻ പറ്റുള്ളൂ. അവന്തിക പറഞ്ഞു, അത് പിന്നെ നവ്യേടത്തി അനി എന്റെ ഭർത്താവാൻ പോകുന്നതല്ലേ. അപ്പൊ പിന്നെ അതെ, നീ ഈ പറയുന്ന അവരെല്ലാരും കൂടെ ഒറ്റ കയ്യാന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വരണ്ട.
എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. കല്യാണം കഴിക്കോ കല്യാണം കഴിക്കാതിരിക്കോ എന്ത് വേണോ ആയിക്കോ, എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരണ്ട, എനിക്ക് അവരുടെ ഒരു കാര്യം കേൾക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മാത്രം മതി. അത് കേട്ടപ്പോൾ അവന്തേക്ക് ഭയങ്കര സന്തോഷമായി. അവന്തേക്ക് സന്തോഷത്തോടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നവ്യയെ മനസ്സിൽ കരുതി, എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം. ഒരു കാരണവശാലും അനിയും അവന്തേക്ക് നമ്മളുടെ വിവാഹം നടക്കാൻ പാടില്ല. തൻ്റെ നന്ദു അനിയെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തിയേ മതിയാവുള്ളൂ. നവ്യയ്ക്ക് മാറ്റമാണല്ലോ, അതുകൊണ്ടാണ് നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നത്. പിന്നീട് നമിതയെ കാണാനായിട്ട് നവ്യ ചെല്ലുന്നുണ്ട്. ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുക. അപ്പോഴേക്കും നമിത ചോദിച്ചു, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനിയും നന്ദുവും കൂടെ ഒന്നിക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നിന്റെ വീട്ടുകാർക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ഈ പറയുന്ന മൂർത്തി മുത്തശ്ശൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റും? അതെ, ഈ വിവാഹം എങ്ങനെയും മുടങ്ങിയാൽ മതി. വിവാഹം മുടങ്ങുകയാണ് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് അത് കുറെ അങ്ങോട്ട് നീണ്ടുപോകണം. അങ്ങനെ നീണ്ടുപോകണ കാര്യത്തിന് എന്തെങ്കിലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമിത പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? ഈ ഞായറാഴ്ചയല്ലേ എൻഗേജ്മെന്റ് ആന്ന് പറഞ്ഞേ, അത് നിന്നെ കൊണ്ടും മുടക്കാൻ പറ്റുമോ? നബി പറഞ്ഞൊന്ന് ആലോചിക്കണം, എന്തേലും ഒരു കാരണം ഉണ്ടാക്കി. കാരണം നന്ദുവിന്റെ മനസ്സിന് വേദനിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അനി ഈ കാര്യങ്ങളൊക്കെ അറിയണേ. തന്റെ വിവാഹ നിശ്ചയമാന്ന് അനിക്ക് സഹിക്കുവോ? താൻ പോലും അറിയില്ല തന്റെ വിവാഹ നിശ്ചയം. തന്നോട് പോലും ആരും ഒരു വാക്ക് ചോദിക്കുന്നില്ല. ഇതെവിടുത്തെ ന്യായം? അനി ദേഷ്യത്തോടു കൂടി എല്ലാവരും വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജാനി പറഞ്ഞു, ഞങ്ങളോട് ചോദിക്കൊന്നും വേണ്ട, നിന്റെ മുത്തശ്ശൻ തന്നെ തീരുമാനം എടുത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. മുത്തശ്ശൻ വന്നിട്ട് ചെന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അനി കാര്യം പറഞ്ഞു, മുത്തശ്ശ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ വാക്ക് കൊടുത്തു, ഇനിയിപ്പോൾ അതിന് മാറ്റമില്ല. മുത്തശ്ശ ഇതെന്റെ ജീവിത പ്രശ്നമാണ്. ഇവിടെ ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. ഇഷ്ടമില്ലാത്തൊരു ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. ഒടുവിൽ എന്തായി? ആ ബന്ധം തന്നെ തകർന്നു പോയി. അതിന്റെ കേടുപാടുകൾ ഇപ്പോഴും മാറിയിട്ടില്ല. അവളെ എങ്ങനെ തലേന്ന് ഒഴിവാക്കണം എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാ ജാനകി പറഞ്ഞു, നിന്റെ മനസ്സിൽ അവളല്ലേടാ നന്ദു. അമ്മയൊന്നും മിണ്ടാതിരിക്കുക. എനിക്കിപ്പോ കല്യാണം വേണ്ട, ഞാൻ കെട്ടാതെ ഇവിടെ നിന്നോളാം. അനാമിയായിട്ടുള്ള ഡിവോഴ്സ് ഒന്ന് നടന്നു കിട്ടിയാൽ മാത്രം മതി. അതേടാ, അത് നടന്നു കിട്ടിയിട്ട് വേണം നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ. അമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞ നന്ദുവിനെ വേണോന്ന്? ഇല്ലല്ലോ, എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഒരു കല്യാണം കഴിച്ച എന്റെ കേടുതരായിട്ട് മാറിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ എന്താ ഇങ്ങനെ? കല്യാണം കഴിച്ചാൽ മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളോട് ആരാ പറഞ്ഞേ? മുത്തശ്ശൻ പറഞ്ഞു, എടാ, ഈ കുടുംബത്തിൽ അങ്ങനെ കെട്ടാൻ നിൽക്കുന്ന പാരമ്പര്യമൊന്നും ഇല്ല. പിന്നെ നിന്റെ ജീവിതം തകർന്നു. പക്ഷേ ഒരു പരിധിവരെ ഞങ്ങളും കാരണക്കാരാണ്. നീ അന്നത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും ഞങ്ങളും പോയില്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. അവൻ ഈ കുടുംബത്തിലുള്ള പെൺകുട്ടിയാ. അവളെക്കുറിച്ച് എനിക്കും നിനക്കൊക്കെ നന്നായിട്ടറിയാം. മുത്തശ്ശ അതല്ല, ഞാൻ അവളെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താ കാണുന്നേ. എനിക്ക് അവളെ പിന്നെ വേറൊരു രീതി കാണാനും പറ്റില്ല. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യം താനും. ഒരു വിവാഹ ജീവിതം നയിക്കാനുള്ള ഒരു മനസ്സ്ഥിതിയൊന്നും അല്ല എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. എൻ്റെ തലയിൽ ഭാരിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. അതുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകണം. അതിനൊക്കെ ശേഷം പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് വിവാഹം കഴിക്കണം തോന്നുവാണെങ്കിൽ അപ്പം ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ജാനകിയും മുത്തശ്ശനോട് കണ്ടില്ലാച്ചാ അവൻ പറഞ്ഞിട്ട് പോയത്. അവന്റെ മനസ്ഥിതി ഇങ്ങനെയാണ്. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് നോക്കാം, പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് നന്ദു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നന്ദുവിന് ഭയങ്കര വിഷമമായി. കാരണം താനാണോ ഒരു തടസ്സം എന്നൊരു ചിന്ത നന്ദുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അനിയോട് നന്ദു പറയുകയും ചെയ്തു, ഇനിയിപ്പം ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അനിക്കും വിഷമമായിപ്പോയി. അനി പറഞ്ഞു, നീ എന്നെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ട് വേറെ കല്യാണം പോലും കഴിക്കാതെ ഇത്രയും കാലം നീ കാത്തിരുന്നല്ലേ? എന്നിട്ടോ ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നന്ദു ശരിയാന്നേ? ഒടുവിൽ നന്ദുവിന് സങ്കടമായിപ്പോയി. അനിയെ നഷ്ടപ്പെടുന്ന നന്ദുവിന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരിക്കലും നഷ്ടപ്പെട്ടതിന്റെ വേദന നന്ദു ശരിക്കും തിരിച്ചറിയുകയും ചെയ്തതാണ്. ഇനിയും കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതത്തിൽ ഒരിക്കലും വേറെ പുരുഷൻ അല്ലെങ്കിലും ഉണ്ടാവാനും പോകുന്നില്ല. അതെനിക്ക് ശരിക്കും അറിയാവുന്ന കാര്യമാണ് നന്ദുവിനെ കുറിച്ച്. അതുകൊണ്ടാണ് എന്തൊക്കെ വന്നാലും താൻ ഇവളെ മാത്രം വിവാഹം കഴിക്കുവോളെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഒരാളും കൂടെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, നവ്യ. നന്ദുവിനെ അനിയും കൂടെ ഒന്നാക്കണമെന്ന്. ഏത് വിധേയനാണെങ്കിലും ഒന്നാക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.